പൂർണ്ണ ഗർഭിണിയായിരിക്കെ നിരവധി മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് ദിയ കൃഷ്ണ കടന്നുപോയത്. ജീവിതമാർഗമാക്കിയ ബിസിനസ്സിലൂടെ നേരിട്ട തിരിച്ചടി ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന പാഠമാണ് ആ പെൺകുട്ടിക്ക് നൽകിയത്. ഇപ്പോഴിതാ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒടുവിൽ തൻ്റെ ആദ്യത്തെ കൺമണിയെ അതീവ സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ദിയ ഉള്ളത്. അവസാനവട്ട ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങും കഴിഞ്ഞ് കുഞ്ഞിനെ ഇനി കയ്യിലേക്ക് കിട്ടിയാൽ മാത്രം മതിയെന്ന സ്റ്റേജിലാണ് ദിയ ഉള്ളത്. ഇരു വീട്ടുകാരും ദിയയ്ക്ക് സഹായങ്ങളുമായി ഒപ്പവും നിൽക്കെ കുഞ്ഞിനു വേണ്ടി വാങ്ങിയ തൊട്ടിലിൻ്റെ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. പിങ്ക് ഫ്രോക്കിട്ട് നിറവയറിൽ സുന്ദരിയായി നിൽക്കുന്ന ദിയ പൂർണ്ണ ഗർഭിണിയാണ്. കുഞ്ഞ് ജനിക്കുവാൻ ഇനി ചെറിയ കാത്തിരിപ്പ് മാത്രം ബാക്കി നിൽക്കെ തൻ്റെ ഫ്ലാറ്റിന് താഴെ എത്തിയ കുഞ്ഞു തൊട്ടിലിൻ്റെ ചിത്രമാണ് അതീവ സന്തോഷത്തോടെ തന്നെ ദിയ പങ്കുവച്ചത്. പ്രണയവും വിവാഹവുമൊക്കെ ആഘോഷമാക്കിയ ദിയ തൻ്റെ ഗർഭകാലവും നിരവധി ചടങ്ങുകളാൽ സമൃദ്ധമാക്കിയിരുന്നു. 5-ാം മാസവും 7-ാം മാസവും ബേബി ഷവറുമൊക്കെ അടക്കം കല്യാണം പോലെ തന്നെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളുമാണ് ഗർഭിണിയായപ്പോഴും ദിയ നടത്തിയത്. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സാരിയും ആഭരണങ്ങളും ഒക്കെയായി വിവാഹത്തേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ആഘോഷങ്ങളായിരുന്നു. വിവാഹം പോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തതും. വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകണമെന്ന ആഗ്രഹമായിരുന്നു ദിയയ്ക്ക്. അതുകൂടിയാണ് ഇപ്പോൾ സഫലീകരിക്കുവാൻ പോകുന്നത്. അതേസമയം ദിയയ്ക്ക് ജനിക്കുവാൻ പോകുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ദിയയുടെ വീട്ടിൽ 4 പെൺമക്കൾക്ക് ശേഷം ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണ് എന്നാണ് ഒട്ടുമിക്ക ആളുകളും പ്രവചിക്കുന്നത്. ഇന്ത്യയിൽ പൊതുവെ ജെൻഡർ ഡിറ്റക്ഷൻ പാടില്ല എങ്കിലും ചിലരുടെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് പഴയ ആളുകൾ ചില പ്രവചനങ്ങൾ നടത്താറുണ്ട്. മിക്കതും ശരിയാകുമെങ്കിലും ഇതൊന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതല്ല. എങ്കിലും ഗർഭിണിയുടെ വയർ, മുഖത്തെ പ്രസന്നത ഇതൊക്കെ നോക്കിയാണ് ഇത്തരക്കാർ ദിയയുടെ കുഞ്ഞിനെക്കുറിച്ചും ചില പ്രവചനങ്ങൾ നടത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരപുത്രിയാണ് ദിയ കൃഷ്ണ. 1.5 മില്യണിലേക്ക് കുതിക്കുകയാണ് ദിയയുടെ ചാനൽ. ഇൻസ്റ്റഗ്രാമിലും സിനിമാ താരങ്ങളെ പോലെ തന്നെ ദിയയ്ക്ക് ആരാധകരുണ്ട്. ഇത്രയേറെ ആരാധകർ താരത്തിന് എങ്ങനെ കിട്ടി എന്ന സംശയമുള്ളവർ അറിയണം, ഒരു ദിവസം കൊണ്ട് നേടിയെടുത്തതല്ല താരപുത്രി ഈ അംഗീകാരം. സോഷ്യൽ മീഡിയ അറ്റാക്ക് ദിയ കൃഷ്ണയോളം ആ വീട്ടിൽ മറ്റാരും നേടിയിട്ടില്ല. ദിവസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങൾ സോഷ്യൽ മീഡിയ മാത്രമല്ല വാർത്താ മാധ്യമ ലോകത്തെയും ഇളക്കി മറിച്ചിരുന്നു. ദിയയുടെ സ്വന്തം സ്റ്റോറായ OBOCയിൽ നടന്ന 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് പുറത്തു വന്നത് ഞെട്ടലോടെയാണ് മലയാളികൾ മുഴുവൻ കേട്ടത്. എല്ലാ കാര്യങ്ങളും ഓപ്പണായി സംസാരിക്കുന്നയാളാണ് ദിയ. അതുകൊണ്ട് തന്നെ ദിയയ്ക്കെതിരെ പലപ്പോഴും വിമർശനങ്ങളും പതിവാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.